സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രയം തിദിയൻ പാത്രിയാർക്കീസ് ബാവയെയും മെത്രാപ്പൊലീത്തമാരെയും പാത്രിയാർക്ക സെന്ററിൽ നിന്ന് സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് ആനയിക്കുകയാണ്. ഇപ്പോൾ അശ്വിൻ പാലാഴി തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പറയൂ. ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ഓർമ്മദിനമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പള്ളിയിൽ നടക്കുന്നത്. ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ ഓർമ്മദിനമായി 40ാം ദിവസം ഇന്ന് ചടങ്ങുകളോടുകൂടിയാണ് പൂർത്തിയാകുന്നത്. പാത്രിയാർക്കീസ് സെന്ററിൽ നിന്ന് ഇഗ്നാത്തിയോസ് അപ്രയം തിദിയൻ പാത്രിയാർക്കീസ് ബാവയെയും മറ്റ് മെത്രാപ്പൊലീത്തമാരെയും അല്പസമയം മുമ്പാണ് സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് ആനയിച്ചത്. അതിനുശേഷമുള്ള കുർബാനയാണ് ഇപ്പോൾ നടക്കുന്നത്. 8:30യോടുകൂടി പാത്രിയാർക്കീസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മറ്റൊരു കുർബാന കൂടി നടക്കുന്നുണ്ട്. തുടർന്നാണ് അനുസ്മരണ യോഗം ചേരുക. യോഗത്തിൽ പാത്രിയാർക്കീസ് ബാവ മുഖ്യ പ്രഭാഷണം നടത്തും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഓർമ്മയും എല്ലാം തന്നെ ഇന്ന് പുതുക്കുന്ന ദിവസം കൂടിയാണ്. ഒപ്പം മറ്റ് ചില കാര്യങ്ങളിൽ കൂടി പാത്രിയാർക്കീസ് ബാവയുടെ വാക്കുകൾ ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നൂറുകണക്കിന് വിശ്വാസികളാണ് നിലവിൽ നടക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നത്. പള്ളിക്കുള്ളിലും ഒപ്പം പുറത്തേക്ക് എത്തിയിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയും ഉണ്ട്. അതിലും ആളുകൾ നിരവധിയായി എത്തിയിട്ടുണ്ട്. എന്തായാലും 1.5 മണിക്കൂർ നീളുന്ന കുർബാനയാണ് പാത്രിയാർക്കീസ് ബാവ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അനുസ്മരണ യോഗം നടക്കുക. ഇതിന്റെ ഭാഗമായി ഇനി മറ്റെന്തെങ്കിലും ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ടോ അശ്വിൻ? ഏറ്റവും പ്രധാനമായുള്ളത് കുർബാന തന്നെയാണ് ഉന്മേഷ്. അതിനുശേഷമാണ് ഈ അനുസ്മരണ സമ്മേളനം നടക്കുക. അതിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേക പ്രാർത്ഥനകൾ രാവിലെ തന്നെ പള്ളിയിൽ ഇന്ന് നടത്തിയിരുന്നു. 40ാം ദിനത്തിന്റെ ചരമദിനത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ രാവിലെ 7 മണി മുതൽ പള്ളിയിൽ ആരംഭിച്ചതാണ്. അതിന് ശേഷമാണിപ്പോൾ പാത്രിയാർക്കീസ് ബാവ കുർബാനയിലേക്ക് കടന്നത്. എന്തായാലും അതിനുശേഷം നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കുചേരുന്നുണ്ട്. വലിയ വേദി തന്നെ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മെത്രാപ്പൊലീത്തമാരടക്കം നൂറുകണക്കിന് വൈദികരും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പം ഇന്നലെ ചുമതലയേറ്റ ബാവയടക്കം നിരവധി ആളുകളാണ് നിലവിൽ ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.